മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക് അസുഖം കൂടുതലായിട്ട് വരുമല്ലോ. അതെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ സംരക്ഷിക്കേണ്ടത്? മഴക്കാലം ഈ മഴ പെയ്യുമ്പോഴാണ് ഈ വൈറസ് ഇതൊക്കെ അധികം പുറത്തേക്ക് ചാടി വരുന്നത്. എസ്പെഷ്യലി കോൾഡിൻ്റെ വൈറസ്, ഫ്ലൂ വൈറസ്, ഇപ്പം H1N1 പലതരം വൈറസ് ഉണ്ട്. ആ വൈറസൊക്കെ അധികം വരുന്നത് ഈ മഴ സമയത്ത് ആ തണുപ്പ് കൊണ്ട്. അതിൻ്റെ ക്ലൈമറ്റ് അതിന് പറ്റിയ സൂട്ടബിൾ ക്ലൈമറ്റ് അതാണ്. പിന്നെ പൊടിയൊക്കെ താഴത്ത് വരുന്ന പൊടിയിലും ഉണ്ടാകും വൈറസൊക്കെ. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് മഴക്കാലത്ത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമ്മളെ കൊയിലാണ്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം നോക്കിയാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് സ്കൂൾ തുറക്കുന്ന സമയം ജൂണാണ്. മഴേൻ്റെ സമയമാണ് ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിൽ ഒരു കുട്ടിക്ക് പനി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിലെ ഒരു മിക്കവരെ ഒതുങ്ങി ബാധിക്കും. അപ്പം ഈ സമയത്താണ് എല്ലാം പടർന്ന് പിടിക്കുന്നത്. കുട്ടികൾക്ക് വരുന്ന രോഗങ്ങളൊക്കെ പടർന്ന് പിടിക്കുന്നത് ഈ സമയത്താണ്. അതേസമയം വേനൽ സമയത്ത് ഇങ്ങനെ അധികം സൂക്കേട് ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ ഈ പണ്ടൊക്കെ സമ്മർ വെക്കേഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ സായിപ്പന്മാരുടെ ഉദ്ദേശത്തിന് വെച്ചാൽ അവർക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ സമ്മർ വെക്കേഷനാക്കി. സമ്മർ വെക്കേഷൻ ഇവരെല്ലാം കോടതിയിലും എവിടെ വർക്കും അവർക്കെല്ലാം സായിപ്പന്മാർക്ക് വെക്കേഷനായിരുന്നു. അപ്പോൾ അതേ രീതി ഇപ്പോഴും തുടർന്നു വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് മഴക്കാലത്തിന് വരും സമ്മറിലാണ് ഇവിടെ പഠിക്കാൻ കുട്ടികൾക്കൊക്കെ എളുപ്പം. നമുക്ക് സഹിക്കാൻ പറ്റും ചൂട്. അപ്പോൾ അതിൽ ഈ സൂക്കേട് വരുന്നത് വളരെ കുറവായിരിക്കും. വേനൽക്കാലത്ത് നമ്മൾ സൂക്കേട് കുട്ടിക്ക് വരുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പം ചിക്കൻ ബോക്സ് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാം ആ സമയത്ത് വൈറസെല്ലാം നശിച്ചു പോകും. ഈ വേനൽക്കാലത്ത് ഈച്ചയും കൊതുകും എല്ലാം വളരെ കുറയും. അപ്പോൾ അങ്ങനെ പടരുന്നതും കുറയുന്നു. പക്ഷേ മഴക്കാലത്ത് ഇതെല്ലാം ഇപ്പോൾ വെള്ളം കെട്ടി കിടന്ന് ഈച്ച വരും, കൊതുക് വരും. ആ ടൈപ്പ് ഡെങ്കുപ്പനി ഇതൊക്കെ പിന്നെയാണ് വന്നു തുടങ്ങിയത്. നമ്മൾ ആദ്യം വരുമ്പോൾ ഇവിടെ ഡെങ്കു ഒന്നുമില്ല. പക്ഷേ ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് വൈറസ് ഓരോന്ന് മാറി ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മഴക്കാലത്ത് വരാനുള്ള അധികം കാരണം ഇതാണ്. ഈ അധികം ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും ഒരാഴ്ച ലീവ് കൊടുത്താൽ തന്നെ അത് ഭയങ്കര ചേഞ്ച് വരും. കുട്ടികൾക്ക് പിന്നെ പടരില്ലല്ലോ അങ്ങനെ. പക്ഷേ ലീവ് എടുക്കാഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്കൂൾസിലൊക്കെ ഇപ്പോൾ കൂടി വരുന്ന സമയമാണ്. ഈ ഒരാഴ്ച കൊണ്ട് സ്കൂളിലൊക്കെ പനിയും കോരയൊക്കെ ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികളിൽ പിണ്ടിവീക്കം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്? കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഈ കൊയിലാണ്ടിയിൽ ധാരാളം കേസ് പിണ്ടിവീക്കത്തിന് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സ്കൂൾ ഞാൻ പറഞ്ഞ പോലെ സ്കൂൾസ് എന്നാണ് അധികം അവിടെ ഒരു കുട്ടിക്ക് പഠിച്ചാൽ പറ്റില്ല. എല്ലാം കുറച്ചാൽ അതിൽ വായിലെ കൂടി അതിൻ്റെ തുപ്പലിലെ കൂടിയാണ് ഇത് പടരുന്നത്. അത് ധാരാളം കേസ് ഉണ്ടായിരുന്നു. ഒന്നിനെ പിടിച്ചാൽ വേറെ കുട്ടിക്ക് അങ്ങനെ. പക്ഷെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ലിമിറ്റഡ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ വലിയ പിണ്ടിവീക്കം മാത്രം ഇല്ലാതാക്കുന്ന ട്രീറ്റ്മെൻറ്റ് അല്ല. സാധാരണ കോംപ്ലിക്കേഷൻ ഇതൊക്കെ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് വളരെ അധികമൊന്നും കേസ് ബുദ്ധിമുട്ടായി മരിച്ചു പോകുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് ചില കുട്ടികളെ ബ്രെയിനിനെ ബാധിക്കും, മെനിഞ്ചൈറ്റിസ് പോലെ ബ്രെയിനിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ 2 കേസ് ഇവിടെ വന്നിട്ടുണ്ട്. 2 ബ്രെയിനിനെ ബാധിച്ചിട്ട് കോഴിക്കോട് പോയി മെഡിക്കൽ കോളേജ് കടന്ന് ചികിത്സിച്ചിട്ട് മാറിയിട്ട് വന്നിട്ടുമുണ്ട്. ഇത് ഇപ്പോഴും കൂടുതലായിട്ട് വെണ്ടിവീക്കം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു MMR എന്ന് പറഞ്ഞ വാക്സിൻ ഉണ്ട് വെണ്ടിവീക്കം വരാതിരിക്കും. അത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വന്ന സമയത്തൊക്കെ. പിന്നെ MMR വാക്സിൻ കൊടുത്ത് പിന്നെ അവർ കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ MMR വാക്സിൻ കൊടുത്താലും ഒരു 25% വീണ്ടും വരാൻ സാധ്യതയുണ്ട് വെണ്ടിവീക്കം. അപ്പോൾ എല്ലാവർക്കും ഇതല്ല. ഇപ്പോൾ MMR വാക്സിൻ വെച്ചാൽ ഒരു ഡോസിന് 600-700 രൂപയോളം വിലയുണ്ട് ഇപ്പോഴും. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ MMR വാക്സിൻ എല്ലാവർക്കും കൊടുക്കാൻ വെച്ചാൽ ഇമ്പോസിബിളാണ്. അത്രയധികം പൈസ ചിലവാക്കേണ്ടി ഓൾ ഓവർ ഇന്ത്യ കൊടുക്കണം. അതാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നെ MMRൻ്റെ മംസിൻ്റെ നിർത്തി. മംസ് വരാതിരിക്കാനുള്ള വാക്സിൻ ഗവൺമെൻറ് നിർത്തി. അപ്പോൾ കുട്ടിക്കൊന്നും ഈ മംസിൻ്റെ പ്രതിരോധ ശക്തിയില്ല. അപ്പോൾ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ വേഗം അടുത്തുള്ള കുട്ടികളെ ബാധിക്കും. അങ്ങനെയാണ് വളരെ കൂടുതലായിട്ട് ഈ കഴിഞ്ഞ 2-3 മാസം ഇവിടെ ഉണ്ടായത്. കുറേ കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഒരു 10-300 കേസുകളൊക്കെ ഈ ചുറ്റുപാട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും ഈ മംസ്. പക്ഷേ അതെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ മാറുന്ന സൂക്കേടാണ്, വലിയ പ്രശ്നങ്ങളില്ല. മംസ് ചില കുട്ടിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അത് ഒന്ന് ഹാർട്ടിനെ ബാധിക്കാം. അത് ഹാർട്ടിനെ ബാധിച്ചാൽ മയോകാർഡൈറ്റിസ് എന്ന് പറയും, അതുകൊണ്ട് മരിക്കാം. തലയിൽ ബ്രെയിനിനെ ബാധിക്കാം. പിന്നെ നമ്മളുടെ ശരീരത്തിലെ പല ഓർഗൻസിനും അത് ബാധിക്കും, പല ഗ്ലാൻഡിനെയും ബാധിക്കും. പിന്നെ ചെറിയ കുട്ടിക്ക് ടെസ്റ്റിസിനെ ബാധിക്കാം. ടെസ്റ്റിസിനെ ബാധിച്ചാൽ വലുതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മംസിൽ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് മംസിൽ കാര്യമായിട്ട് നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഗർഭിണികൾക്ക് ഇപ്പോൾ പിണ്ടിവീക്കം വന്ന കുട്ടിക്ക് ബാധിക്കുമോ? അത് ഈ ചിക്കൻ ബോക്സ് ഇങ്ങനത്തെ പല കാര്യത്തിലും ചെറുതായിട്ട് ബാധിക്കും. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാകുന്നത് ഇതുവരെ കണ്ടില്ല. ഈ ഭാഗത്തൊന്നും കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഗർഭിണിക്ക് അധികം പേർക്ക് നമ്മൾ ചെറുപ്പത്തിൽ ബാധിച്ച് കഴിഞ്ഞിരിക്കും. ഇപ്പം വലുതായ പെണ്ണുങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം ചെറുപ്പത്തിൽ ബാധിച്ചിട്ടുണ്ട് മാക്സിമം.
ചെറുപ്പത്തിൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതായാലും എപ്പോഴായാലും ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ മൊമസ് ബാധിച്ച ഗർഭിണിയൊക്കെ കാണുന്നതൊക്കെ വളരെ കുറവാണ് ഇപ്പം. പക്ഷെ അതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ വൈറസും ഈ വയറ്റിന്ന് പ്രത്യേകിച്ചും ഈ ചിക്കൻ ബോക്സ്, മീസിൽസ്, റൂബല്ല എന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊക്കെ ഗർഭിണികൾക്ക് തന്നു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് തന്നെ കുട്ടിയുടെ അമ്പിളിക്കൽ കോളിൽ കൂടി അതിൽ കൂടി വരക്കും. അതൊക്കെ ഈ മുലപ്പാലൊക്കെ തൊണ്ടയിൽ കുടുങ്ങി കുട്ടികൾ മരിക്കുന്നത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കുട്ടി കുടിക്കുമ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം, ട്രക്കിയ ശ്വാസകോശത്തിലേക്ക് പോകുന്ന കോയിൽ ട്രക്കിയ, അന്നനാളത്തിലേക്ക് പോകുന്നത് ഈസോഫാക്സ്. അത് രണ്ടും വളരെ അടുത്ത, അതിനും ദ്വാരം ചെറുതായിരിക്കും. നമ്മൾ വലിയ ഇതാണെന്ന് വിചാരിക്കരുത്. ചെറിയ കുട്ടികൾ വളരെ നേര് ഒരു പെൻസിലിൻ്റെ വണ്ണൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയാൽ ഇതിലേക്ക് പോകും, ട്രക്കിയിലേക്ക് പോകും. ട്രക്കിയിലേക്ക് പോകുമ്പോൾ അത് പോകുന്നത് ലങ്സിലാണ്. അതാണ് ആസ്പിറേഷൻ എന്നെല്ലാം പറഞ്ഞത്. നമ്മൾ വായിൽ കിട്ടുന്ന എന്തെങ്കിലും ഈ കുറക്കുന്ന എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് ഒന്ന് ആസ്പിറേറ്റ് ചെയ്ത് പോയാൽ അത് ലങ്സിലേക്ക് പോകും. അത് പിന്നെ ന്യൂമോണിയായിട്ട് വരും. അതെല്ലാം കെട്ടിക്കണ്ട് ശ്വാസം വയ്ക്കാൻ പറ്റാത്ത ആയിക്കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് മരിക്കുകയും ചെയ്യും. അത് ആസ്പിറേഷൻ എന്ന് പറയും. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയും. അപ്പോൾ അമ്മമാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അമ്മമാർ കൊടുക്കുമ്പോൾ കഴിയുന്നതും കിടത്തി കൊടുക്കാതിരിക്കുക. പകുതി ചെരിച്ച് വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പാൽ കൊടുക്കുമ്പോൾ. ഇനി അഥവാ വായിൽ നിന്ന് പാൽ വരികയാണെന്ന് വെച്ചാൽ ഉടനെ എടുത്ത് പൊക്കാനോ അല്ലെങ്കിൽ പുറത്ത് തട്ടി ഇതാക്കാനോ പാടില്ല. അതിന് നേരെ കിടത്തുക. ബെഡിൽ തന്നെ കിടത്തിയിട്ട് തല ബോഡി അടക്കം ചെരിച്ച് വെച്ചിട്ട്, നമ്മൾ വേറെ സക്ഷരമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വിരലിൽ ഇതിങ്ങനെ തുണിയെല്ലാം ഇട്ടിട്ട് തോണ്ടി എടുക്കുക. കംപ്ലീറ്റ് വായിലൊക്കെ തോണ്ടി എടുക്കുക. ചെരിച്ച് വെച്ചിട്ട് ചെയ്യണം. കുട്ടീനെ ചെരിച്ച് വെച്ച് കഴിയുമ്പോൾ എല്ലാം പുറത്തേക്ക് വന്നോളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം തൊണ്ടയിലേക്ക് പോകും. മലത്തിപ്പിടുത്തതെല്ലാം തൊണ്ടയിൽ പോകും. എടുത്താൽ അതുപോലെ തന്നെ തൊണ്ടയിലേക്ക് കൊടുക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുക. കിടത്തിയിട്ട് നല്ലവണ്ണം ചെരിച്ച് വെച്ചിട്ട് തോണ്ടി എടുത്താൽ തന്നെ കുറേ ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവർ സക്ഷൻ ചെയ്യും. ട്യൂബ് ഇട്ടിട്ട് അങ്ങനെ വേണ്ടാത്ത സ്ഥലമൊക്കെ എടുത്തു കളഞ്ഞാൽ. അതുകൊണ്ട് അതെല്ലാം ധാരാളം നമുക്ക് വന്നിട്ടുണ്ട്, ധാരാളം കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചു പോകാറുണ്ട് ചിലപ്പോൾ ചില കുട്ടികൾ. പക്ഷേ ഇതൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ തൊട്ടടുത്തായിട്ട് സൗകര്യമുണ്ട്. ഇതിട്ട് എല്ലാം എടുത്തു കഴിഞ്ഞാൽ തന്നെ മിക്കവാറും കുട്ടികൾ രക്ഷപ്പെടും. മുലപ്പാലം കുടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പം പേപ്പറിൽ ഇത് മിഞ്ഞാന്നും കൂടി വന്നു മുലപ്പാലം എടുക്കുമ്പോൾ കുട്ടി മരിച്ചത്. പക്ഷെ അതിലും നമ്മൾക്ക് അറിയണം, അമ്മമാർക്ക് ഇത് അറിയണം. ഇതിങ്ങനെ വല്ലതും വന്നാൽ ഉടനെ എടുത്ത് പൊക്കാൻ പാടില്ല, പുറത്ത് തട്ടി ശരിയാക്കാൻ പാടില്ല. ശരിക്കും കിടത്തിയിട്ട് സൈഡിലേക്ക് അത് മുഖം ചെരിച്ച് വെച്ചിട്ട് എല്ലാം പുറത്തേക്ക് വരുന്ന വിധത്തിൽ തട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ഭാഗമൊക്കെ ക്ലിയർ ആവും. അപ്പോൾ അത് തന്നെ ഒരുമാതിരിയൊക്കെ രക്ഷപ്പെടാതാണ്. നമ്മൾ ഇപ്പോഴത്തെയും പണ്ട് കാലത്തെ രോഗമായിട്ട് താരതമ്യപ്പെടുമ്പോൾ, പണ്ട് കാലത്ത് ഞാൻ വന്ന സമയത്ത് തന്നെ ഈ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്ന കാര്യമായിട്ട് രോഗങ്ങൾ അതെല്ലാം ഇപ്പോഴേ വളരെയധികം കുറഞ്ഞു പോയി. കാരണം ജനിച്ചോണ്ട് തന്നെ കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്, കുത്തിവയ്പ്പ് നടത്തുന്നത്. അന്ന് BCG, DPT, അതായത് ടെറ്റനസ്, ഡിഫ്തീരിയ, അങ്ങനെയുള്ള ഇതൊക്കെ ഈ DPT ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് തന്നെ മറ്റു. പിന്നെ ഇതുണ്ടല്ലോ, ഫ്ലൂവിനൊക്കെ ഇപ്പം വാക്സിൻ ഉണ്ട്. മീസിൽസ്, മംസ്, അതിനൊക്കെ വാക്സിൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് തന്നെ ആയതുകൊണ്ട് ഇപ്പം വളരെ കുറവാണ്. അതൊക്കെ ഇവിടെ വളരെ കുറഞ്ഞു പോയി. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ടെറ്റനസ് അണുക്കളൊക്കെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും പ്രസവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടെറ്റനസ് കുട്ടികൾക്ക് ഗർഭകാലത്ത് തന്നെ ഇതിന് നമ്മൾ ഇപ്പം ഇമ്മ്യൂണൈസ് ചെയ്യുന്നുണ്ട്. TT എന്ന് പറഞ്ഞ സാധനം അമ്മമാർക്ക് പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് ടെറ്റനസ് ഉണ്ടാവില്ല. ടെറ്റനസ് ഉണ്ടായാലും മരിച്ചെന്ന് തന്നെ പറയാം, രക്ഷപ്പെടില്ല. അങ്ങനെ ഇതാ. അപ്പോൾ ഇവിടെയൊക്കെ പണ്ട് കാലത്ത് ടെറ്റനസിൻ്റെ എപ്പിഡമിക്കാണ്. ചില ഒരു കാലത്ത് ഇവിടുന്ന് പ്രസവിക്കുന്ന കുട്ടികൾ മിക്ക കുട്ടിയൊക്കെ ടെറ്റനസ് ഒന്നും മേടിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനുണ്ട്. അന്നേരത്ത് ഇവിടുന്ന് കാലിക്കറ്റ് എന്നത് അതിൻ്റെ പ്രൊഫസർ പണ്ടത്തെ ജയരാജ് പണിക്കരുണ്ട്. അവർ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാം നോക്കി എവിടെ നിന്നെല്ലാം സോഴ്സ് അവർ കണ്ടുപിടിച്ചു. പക്ഷെ അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇത് കുട്ടികളെ ഈ അംബ്ലിക്കസ് കെട്ടാൻ ഉപയോഗിക്കുന്ന ടൈ ഉണ്ടല്ലോ, നൂല്, അതൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഈ ലോ ക്ലാസ്സിലുള്ള ആൾക്കാരെ ഉണ്ടാക്കുക, അടിച്ചു വരുന്നവർ മറ്റേ ആ ടൈപ്പ് അവരാണ് ഇതെല്ലാം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതെല്ലാം അയാൾ കണ്ടുപിടിച്ച് പിന്നെ അതൊക്കെ നിർത്തി. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇവിടെ. അത് ടെറ്റനസിൻ്റെ എപ്പിഡമിക്. ഡിഫ്തീരിയ ആ സമയത്ത് തന്നെ തൊണ്ടവീക്കം, ആ തൊണ്ടവീക്കം അണ്ടമാനം ഉണ്ടായിരുന്നു. അത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ
തൊണ്ടയിൽ വീക്കം മാത്രമല്ല അത് ഹാർട്ടിനെയും ബ്രെയിനെയും കൂടി ബാധിച്ചിട്ട് അതുകൊണ്ട് എത്ര മരണങ്ങളുണ്ട്. പാരാലിസിന്, കാലിന് പാരാലിസിന്. പോളിയോ ഞാൻ വന്ന സമയത്ത് ധാരാളം കേസ് പോളിയോ വേണ്ടിയിട്ട് കാലിൽ ഇപ്പോഴും ചില ആൾക്കാർ തളർന്നു നടക്കുന്ന നമ്മൾ മുമ്പ് കണ്ടതായിരിക്കും. അത് ഇപ്പോഴും ഒറ്റക്കാലിൽ നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അത് ആ സമയത്തുണ്ടെന്ന് പോളിയോ കൊണ്ട് ഇതാകെ തളർന്നു പോകും. അതും അന്ന് വളരെ റാമ്പൻ്റായിരുന്നു, കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ കോളറയുടെ ഒക്കെ ഒരു വലിയൊരു സ്ഥലമായിരുന്നു പണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ കോളറയൊക്കെ ധാരാളം. അപ്പോൾ ഇവിടെ കോളറ വാർഡ് തന്നെ ഉണ്ടാക്കും. ഒരു ഇത് അവിടുത്തെ ഒരു വാർഡ്, കോളറ വാർഡ് പേര്, അവിടെ തന്നെ അടുത്തെല്ലാം ട്രീറ്റ് ചെയ്ത് അന്ന് മാറ്റുക. അപ്പോൾ ഇങ്ങനെ മാറാത്ത സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ പണ്ട് ധാരാളം ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി തുടങ്ങി. അതുപോലെ തന്നെയാണ് ടി ബി, ക്ഷയരോഗം. ഇവിടെ അപ്പോൾ കടപ്പുറത്തും പ്രത്യേക ഏരിയയിൽ എല്ലാ വീട്ടിലും അന്ന് ടി ബി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടി ബി കൺട്രോൾ പ്രകാരം ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ വരുന്ന കുട്ടിയൊക്കെ മാറിയിട്ട് കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രൈമറി കോമൺസ് പോലെയുള്ള രോഗങ്ങൾ അന്ന് വളരെ അത് കുട്ടിക്ക് ബാധിച്ചാൽ അത് തലച്ചോറിനെ വരെ ബാധിക്കും. ടി ബി മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരെ ബാധിക്കും. അപ്പോൾ അതൊക്കെ ധാരാളം ഉണ്ടായ സമയത്ത്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു സീനറിയോ ഇല്ല. ഇപ്പം അതൊക്കെ വളരെ കുറേ എപ്പോഴെങ്കിലും ഒന്നാലേ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണില്ല. എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരു കേസോ മറ്റോ കാണാമെന്നല്ലാണ്ട് ഇത് കാണാം. ടെറ്റനസ് രോഗമെല്ലാം കണ്ടിട്ട് ഞാൻ എത്രയോ കൊല്ലങ്ങളായി. പണ്ട് ധാരാളം കണ്ട ടെറ്റനസ്. അപ്പോൾ വലിയ വലിയ രോഗങ്ങൾ പലതും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ വർക്കുകൊണ്ട്, ഹെൽത്ത് വർക്കുകൊണ്ട്. പിന്നെ ഇപ്പോഴും രോഗത്തിൻ്റെ രീതി മാറി. ഇപ്പോഴാണ് ഡെങ്കിപ്പനിയും മറ്റേ H1N1 പനി, മറ്റേ ചിക്കൻ ഗുനിയ പനി, ഇതൊന്നും പണ്ട് കാലത്ത് ഇല്ലാത്ത സാധനങ്ങളാണ്. എലിപ്പനി എന്നെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുമ്പം അതിനെപ്പറ്റി മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ എന്താണ് എലിപ്പനി, എന്താ ഉണ്ടാക്കുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാണ്ടൊന്നും രോഗമില്ല. പിന്നെ ഇപ്പം അതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ അടുത്തും കൂടി എലിപ്പനിയായിട്ട് മരിച്ചിട്ടാണ് 2 പേര് ഇത് പേപ്പറിലുണ്ട്. അപ്പോൾ ഈ പുതിയ പുതിയ രോഗങ്ങളാണ് ഇതൊക്കെ ഇപ്പോഴത്തെ. അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.